പത്തനംതിട്ട നെല്ലിക്കലിൽ വെള്ളക്കെട്ടിൽ കാണാതായ കുട്ടിക്കായി തെരച്ചിൽ പുനരാരംഭിച്ചു. നെല്ലിക്കൽ സ്വദേശി ദേവ് ശങ്കറിനെയാണ് വെള്ളക്കെട്ടിൽ കാണാതായത്. ഒപ്പമുണ്ടായിരുന്ന രാഹുൽ, മിഥുൻ എന്നിവരുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുൻ, തെരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു ഇപ്പോൾ? തെരച്ചിൽ രാവിലെ മുതൽ ഫയർഫോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. പത്തനംതിട്ട കോയിപ്പുറം നെല്ലിക്കാലിലാണ് രണ്ട് യുവാക്കൾ ഇന്നലെ മുങ്ങി മരിച്ചത്. നെല്ലിക്കൽ സ്വദേശി 30 വയസ്സുള്ള മിഥുൻ, കിടങ്ങന്നൂർ സ്വദേശി 29 വയസ്സുള്ള രാഹുൽ എന്നിവരാണ് ഇന്നലെ മരിച്ചത്. ഇവരുടെ മൃതദേഹം ഇന്നലെ രാത്രി വൈകി കണ്ടെത്തിയിരുന്നു. പമ്പയാറിനോട് ചേർന്ന പുഞ്ചപ്പാടത്താണ് യുവാക്കൾ അപകടത്തിൽപ്പെട്ടത്. ചെറുവള്ളത്തിൽ ഇവർ സഞ്ചരിക്കുകയായിരുന്നു. ഇവർ സഞ്ചരിച്ചിരുന്ന ഈ ചെറുവള്ളം അപകടത്തിൽപ്പെടുകയും മൂവർ സംഘം വെള്ളത്തിൽ ഉള്ളിൽ കാണാതാകുകയുമായിരുന്നു. പിന്നീട് രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി തന്നെ കണ്ടെത്തി. മീൻ പിടിക്കാനായാണ് ഇവർ പുഞ്ചയിലെത്തിയത്. വള്ളത്തിൽ സഞ്ചരിച്ച ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കൂടിയാണ് ഇനി കണ്ടെത്താനുള്ളത്. രാത്രി വൈകിയും അഗ്നിശമന സേന തിരച്ചിൽ നടത്തി. നാട്ടുകാരും പോലീസും എല്ലാം ചേർന്ന് വ്യാപകമായ തിരച്ചിലാണ് ഇന്നലെ രാത്രി വരെ നടത്തിയത്. പക്ഷേ പ്രതികൂല കാലാവസ്ഥ ആയതിനാൽ തിരച്ചിൽ നടത്താൻ പറ്റാത്ത സാഹചര്യമായതിനാൽ ഇന്നലെ രാത്രി തിരച്ചിൽ അവസാനിപ്പിക്കുകയും ഇന്ന് പുലർച്ചയോടുകൂടി ഫയർഫോഴ്സ് സംഘം വീണ്ടും തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരച്ചിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് 5:30 കൂടിയായിരുന്നു അപകട വിവരം അറിഞ്ഞ് നാട്ടുകാരെത്തി രണ്ട് യുവാക്കളെ ഉടൻ കരയ്ക്കെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല എന്നുള്ളതായിരുന്നു. രണ്ടുപേരാണ് ഇന്നലെ മരിച്ചത്. അവരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇനി ഇവരോടൊപ്പം സഞ്ചരിച്ചിരുന്ന മൂന്നാമതായിട്ടുള്ള യുവാവിന് വേണ്ടിയാണ് ഇപ്പോൾ തിരച്ചിൽ രാവിലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.